ഇതിലിപ്പോൾ എപ്പോഴും നമ്മൾ ലോൺ എടുക്കുന്നതിനെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ അതുകൂടാതെ ലോൺ എടുത്ത് ബിസിനസ് തകർന്ന് അല്ലെങ്കിൽ ജീവിതം തന്നെ ഇല്ലാതായി പോയ ഒത്തിരി ആൾക്കാരുണ്ട്. ഇപ്പോഴും ഈ നമ്മളുടെ കയ്യിൽ നമ്മുടെ കമൻറ്റുകളിൽ പലരും വരാറുണ്ട്. എൻ്റെ ഹൗസിംഗ് ലോൺ അടച്ച് തീർക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഈ വീട് ജപ്തിയിലേക്ക് പോകുന്നു, എനിക്കൊരു 3 ലക്ഷം കിട്ടാൻ എന്തെങ്കിലും വഴിയുണ്ട്. ആ കമൻറ്റ് വായിക്കുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് ഒരു ബുദ്ധിമുട്ട് തോന്നാറുണ്ട്. എന്ന് വെച്ചാൽ പലരുടെ സാഹചര്യം അങ്ങനെയാണ്. അപ്പോൾ ഇങ്ങനെയുള്ളവരോട് എന്താണ് പറയാനുള്ളത്? ഞാൻ പറയാനുള്ളത്, നിങ്ങൾ വീണ്ടും ലോണിന് പോയിരുന്ന പറയുള്ളൂ. അല്ല, ഓൾറെഡി അവർക്ക് പിന്നെ ലോൺ കിട്ടില്ലല്ലോ സിബിലും കൂടി പോയതുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് പിന്നെ സിബിൽ കിട്ടില്ല. പക്ഷെ പിന്നീടും ഇതിൻ്റെ പിന്നാലെ അവിടെ നടക്കും. ഏറ്റവും എളുപ്പത്തിൽ പറ്റാവുന്നത് ഫസ്റ്റ് തന്നെ അത് ഡിസ്പോസ് ചെയ്യുക എന്നുള്ളതാണ്. ആ പ്രോപ്പർട്ടി പറ്റുന്നുണ്ടെങ്കിൽ, പലപ്പോഴും ഈ വീടൊക്കെ ആകുമ്പോൾ ഭയങ്കര അറ്റാച്ച്ഡ് ആയിരിക്കും. അതെ അതെ. പലിശ ഇല്ലാതെ കിട്ടാവുന്ന ഏതെങ്കിലും നമ്മുടെ ഫ്രണ്ട്സോ, പലിശ ഇല്ലാതെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും റിലേറ്റീവോ ഫ്രണ്ട്സോ ആയിരിക്കുമല്ലോ കുറച്ച് നാളത്തേക്ക്. അതെ അതെ. എന്നിട്ട് നമ്മുടെ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കുക. ബിസിനസ് ആണെങ്കിൽ, ജോലിയാണെങ്കിൽ ഒരു പരിധിയുണ്ട്. എന്നാലും ജോലിയാണെങ്കിൽ കൂടിയും നമ്മുടെ വരുമാനം കൂട്ടാനുള്ള മറ്റ് പാസീവ് ഇൻകം ആയിട്ടുള്ള എന്തെങ്കിലും ചെയ്യാൻ ശ്രമിക്കുക.